അങ്ങനെ നമ്മൾ മുത്തപ്പൻ്റെ സന്നിധിയിൽ എത്തിയതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ എത്തിയ ഉടനെ തന്നെ നമുക്ക് ചായ ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പം മമ്പയറും അതുപോലെ തേങ്ങാപ്പൂളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കുടിച്ചു. അത് കഴിച്ചതിന് ശേഷം നേരെ പോയത് കാലൊക്കെ കഴുകാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ആൻറ്റീൻ്റെ മോള് കണ്ണൂരാണ് പഠിക്കുന്നത്, അപ്പോൾ ആൾ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ആൾ ഇന്ന് ലീവായതുകൊണ്ട് ആൾ വരുന്നുണ്ട്, അപ്പോൾ അവളെയും കൂടി വെയിറ്റ് ചെയ്തു. അങ്ങനെ അവളും കൂടി വന്നവരെയാണ് കേട്ടോ ഞങ്ങൾ തൊഴാൻ വേണ്ടി കയറിയത്. അങ്ങനെ തൊഴുതിട്ട് നമ്മളിതേ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് അവിടെ ഇരുന്ന് നല്ലൊരു സ്പേസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഇരിക്കാനൊക്കെ. പിന്നെ മക്കൾക്ക് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് നേർച്ചയോ കാര്യങ്ങളോ വിചാരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പം തോന്നിയതാണ് കേട്ടോ ചോറ് കൊടുക്കാമെന്ന്. അപ്പോൾ അതേ മക്കൾക്ക് ചോറ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ണും നീമോക്കും പിന്നെ ഞാൻ അതേ കിളിക്കുട്ടിക്കും പിന്നെ എൻ്റെ അച്ഛനാണ് നിലൂന് കൊടുത്തത് കേട്ടോ. കൂട്ടത്തിൽ നീലു നല്ല പരിചയക്കേടിൻ്റെ ആളായതുകൊണ്ട് തന്നെ ചുറ്ററിയുന്ന ആളും നമ്പൂതിരിയൊന്നും അവൾക്ക് പരിചയമില്ലാത്തത് കൊണ്ട് വളരെ സീനാക്കി കേട്ടോ. അങ്ങനെ ശേഷം ഞാനും കൂടെ കയറി, ഞാൻ പിന്നെ എടുത്ത് പിടിച്ച് അങ്ങനെയാണ് കേട്ടോ പിന്നെ അവൾക്ക് ഒരിത്തിരി ചോറ് കൊടുത്തത്. പായസമാണ് കേട്ടോ നമുക്ക് അവിടെ നിന്ന് നിവേദ്യം കിട്ടിയത്, അതാണ് കൊടുത്തത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് മുകളിൽ നിന്ന് എടുത്തൊരു വ്യൂ ആണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ആ പുഴയൊക്കെ കാണാൻ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വരിയൊക്കെ നിന്നു. വലിയ വരി ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ ഫുഡ് കഴിച്ചപ്പോൾ ഏകദേശം ആ വരിയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറും കറിയും പിന്നെ മോര് കാച്ചിയതുമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം കൈ നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് പൊതുവേ ഈ കൈ നോട്ടത്തിലൊന്നും വിശ്വാസം ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല, അങ്ങനെ പൊതുവെ അന്ധവിശ്വാസത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതെന്തോ എനിക്ക് അറിയില്ല, കൈ നോക്കി അവർ പറയുന്നതെല്ലാം കറക്റ്റായിട്ട് തന്നെ തോന്നി കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞാൽ നമ്മൾ ബോട്ടിൽ അങ്ങ് കയറി കേട്ടോ. എല്ലാവരും കൂടെ രസമാണല്ലോ, അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് ബോട്ടിലൊന്ന് കയറി കേട്ടോ. അപ്പോൾ മുകളിൽ കയറി ഇരുന്നിട്ട് നമ്മൾ മുകളിൽ ഇരുന്നാൽ കുറച്ചുകൂടി വ്യൂ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞങ്ങൾ മുകളിൽ ഇരുന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല രസമായിരുന്നു കേട്ടോ. നമ്മുടെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് ഇതിലൂടെ കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പുഴവക്കത്ത് അങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുത്തപ്പനെ ഒന്നും കൂടെ കണ്ട് ഞങ്ങൾ തൊഴുത് ഇറങ്ങാണ് കേട്ടോ. പിന്നെ നേരെ ചെല്ലുന്നത് കളിപ്പാട്ടത്തിൻ്റെ ഏരിയയിലൂടെയാണ്. അമ്മച്ചൻ്റെയും അച്ചച്ചൻ്റെയും പിന്നെ പാപ്പൻ്റെയും ഒക്കെ വക ഒരുപാട് കളിപ്പാട്ടങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചുമ്മാ ഒന്ന് കമ്മൽ സെക്ഷനിലൊക്കെ ഒന്ന് പോയി നോക്കി, ഒരു കമ്മൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു, അത് വണ്ടിയിലെത്തിയപ്പോൾ അത് കഴിച്ചു. പിന്നെ ചിപ്സൊക്കെ ഉണ്ടായിരുന്നു, അത് കഴിച്ച് നമ്മൾ തിരിച്ചു പോരുകയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം.